ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പം അങ്ങനെ വിജയലക്ഷ്മിനെ കാണാൻ വേണ്ടി നമ്മുടെ രാധികാമ്മ ബാംഗ്ലൂർക്ക് പോയിരിക്കുക കേട്ടോ. അപ്പം വിജയലക്ഷ്മി ഇത് പറയുന്നുണ്ട്, ഇനി നമുക്ക് നേർക്ക് നേര് പോരാടാം എന്ന് പറയുവാണ് രാധികാമ്മ. ഞാൻ എപ്പോഴേ റെഡി, നീ റെഡിയായാൽ മാത്രം മതി. ശരി, എങ്കിൽ നമുക്ക് നേർക്ക് നേരെ തന്നെ പോരാടാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രാധികാമ്മ അവിടെ നിന്ന് ദേഷ്യത്തോടു കൂടി തന്നെ ഇറങ്ങി പോകുക കേട്ടോ. ശേഷം കാണിക്കുന്നത് ഗീതുവിനെയാണ്. ഗീതു അയ്യപ്പേട്ടനോട് ചോദിക്കുന്നുണ്ട്, ഇവിടെ ഒരുപാട് വർഷങ്ങളായിട്ട് അയ്യപ്പേട്ടനുള്ളതാണ്, അതുകൊണ്ട് ഈ കുടുംബത്തിലെ ഈ തറവാട്ടിലെ കാര്യങ്ങൾ, പഴയ കാര്യങ്ങളൊക്കെ അയ്യപ്പേട്ടനെ നന്നായിട്ട് അറിയാം എന്ന് എനിക്കറിയാം. അയ്യപ്പേട്ട, ആരാണ് ഈ വിജയലക്ഷ്മി? അവരും ഗോവിന്ദേട്ടനും രാധികയും തമ്മിലുള്ള ബന്ധം എന്താന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അയ്യപ്പേട്ടനൊന്നും ഞെട്ടുന്നുണ്ട്. അതിനുശേഷം എനിക്കതൊന്നും അറിയില്ലെന്ന് പറയാണ്. നുണ പറയില്ല അയ്യപ്പേട്ട, എന്തെങ്കിലും അറിയാമെങ്കിൽ എന്നോട് പറയുമ്പോൾ എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടു കൂടി തന്നെ അയ്യപ്പേട്ടൻ അകത്തേക്ക് കയറി പോവാട്ടോ. പിന്നെ കാണിക്കണത് നമ്മുടെ രഘുരാം സാറിനെയാണ്. രഘുരാം നമ്മുടെ അവർണികയുടെ ചോദിക്കുന്നുണ്ട്, ഇനി നമുക്ക് ഒരു വഴി മാത്രമേ ഉള്ളൂ മോളെ എന്ന് പറയുമ്പോൾ നമ്മുടെ അവർണിക ചോദിക്കുന്നുണ്ട്, അതെന്ത് വഴിയാ ഡാഡിയും ചോദിക്കുമ്പോൾ വേറൊന്നുമല്ല, കിച്ചുവിനെ അങ്ങോട്ട് തള്ളിക്കളയാ, അത് മാത്രമേ ഉള്ളൂ നമ്മുടെ മുമ്പിലുള്ള ഏക വഴി എന്ന് പറയുന്നത്. ഡാഡി എന്തൊക്കെയാ പറഞ്ഞത്? എൻ്റെ ആ ഭർത്താവാണ് കിച്ചു എന്ന് പറയുമ്പോൾ അതൊക്കെ എനിക്ക് അറിയാം മോളെ, പക്ഷെ നമുക്കിവിടെ വേറൊരു മാർഗ്ഗവും, അവനെ തള്ളിക്കളയാന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അവർണിക ആകെ ഞെട്ടുന്ന ഒരു പ്രൊമോഡ് കൂടിയാണ് കേട്ടോ വീഡിയോ തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.